കുംഭമേളയിലെ ദുരന്തത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നിർണായകമായ വഴിത്തിരിവെന്ന സൂചന. 20 പേരെ UP പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരമാണ് ചില ഹിന്ദി മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. 20 പേരെ നോയിഡയിൽ നിന്നും ഡൽഹിയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും UP പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഏറ്റവും നിർണായകമായത് ഇതിൽ 5ഓളം മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. CIA NRC സമരവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കലാപമുണ്ടാക്കിയ ആളുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ കുംഭമേളയിൽ 30 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തമുണ്ടാക്കിയ പ്രതികളെ അന്വേഷണ സംഘം കസ്റ്റഡി എടുത്തിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കുംഭമേളയിൽ 30 പേരുടെ മരണത്തിനിടയാക്കുകയും 60ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആ ദുരന്തം ബോധപൂർവം നടന്ന അട്ടിമറിയാണ് എന്ന് UP പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ 120 എന്ന പേര് നൽകിയ ഒരു ഓപ്പറേഷന് UP പോലീസ് നിർദ്ദേശം നൽകിയത്. UP പോലീസ് ഇതിനു വേണ്ടി 120 അംഗ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ഇതിന് നേതൃത്വം നൽകുന്നതാകട്ടെ UPയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെയാണ്. അതിനുശേഷം വിവിധ ഇടങ്ങളിൽ വളരെ ശക്തമായ അന്വേഷണമാണ് ആരംഭിച്ചത്. യോഗി ആദിത്യനാഥിന് ലഭിച്ച ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം സംഭവം നടന്നതിൻ്റെ അടുത്ത ദിവസം പറഞ്ഞിരുന്നു, ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുരന്തമല്ല, ഇത് ബോധപൂർവം സൃഷ്ടിച്ച ഒരു അട്ടിമറിയാണ്. കുംഭമേളയുടെ നടത്തിപ്പ് സംബന്ധിച്ചും ക്രമീകരണം സംബന്ധിച്ചും ലോകം തന്നെ അമ്പരം നിൽക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ, 30-40 കോടി ആളുകൾ ഇതിനകം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ഒരു സ്ഥലത്ത് ഒന്നിച്ചെത്തി. അപ്പോൾ ഒരു തരത്തിലുമുള്ള അപകടം അവിടെ ഉണ്ടാകാത്ത രീതിയിലുള്ള വളരെ കൃത്യമായ കാര്യക്ഷമമായ ക്രമീകരണമായിരുന്നു ഇതുവരെ നടന്നത്. എന്നാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു പ്രത്യേക സമയത്ത് ബോധപൂർവം തിരക്കുണ്ടാക്കി, ബോധപൂർവം വലിയ ആൾക്കൂട്ടമുണ്ടാക്കിക്കൊണ്ട് അവിടെ ഒരു അപകടം വരുത്തി വയ്ക്കുകയായിരുന്നു. ഇതിന് പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികളാണ് എന്ന് യോഗി ആദിത്യനാഥ് അതേ ദിവസം തന്നെ പറഞ്ഞിരുന്നു. പിന്നാലെ UP പോലീസിൻ്റെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയത് ചില ആളുകൾ ഒരു ബസ്സിൽ വന്നിറങ്ങുകയും അവർ മറ്റു ചില ലക്ഷ്യങ്ങളോട് അവിടെ എത്തുകയും അവർ ഈ കുംഭമേളയിൽ ഒരു അട്ടിമറി സൃഷ്ടിക്കുകയുമായിരുന്നു എന്നാണ്. അതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചു. ഡൽഹി, നോയിഡ, മറ്റു ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ 20ഓളം പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഹിന്ദി മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ തന്നെ ഈ വാർത്ത നൽകുന്നു എന്നുള്ളതാണ് വിവരം. നേരത്തെ തന്നെ CIA NRC സമരവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലും നോയിഡയിലും ഉത്തർപ്രദേശിൻ്റെ വിവിധ പ്രദേശങ്ങളിലും വലിയ കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. കലാപങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. അന്ന് അതിനുവേണ്ടി വിദേശത്ത് നിന്ന് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണമാണ് ഇന്ത്യയിലേക്ക് ഒഴുകിയത് എന്ന് പിന്നീട് ദേശീയ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഡൽഹിയിൽ മാത്രം 200 കോടിയോളം രൂപ ഇറക്കിക്കൊണ്ടാണ് ഈ കലാപത്തിന് വിദേശ ശക്തികൾ ശ്രമിച്ചത്. ഏറ്റവും പ്രധാനമായി ഇതിന് മുൻകൈയെടുത്തത് പോപ്പുലർ ഫ്രണ്ടാണ്. പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിക്കുന്നതിന് തന്നെ പ്രധാന കാരണമായി കേന്ദ്ര സർക്കാർ കണ്ടെത്തിയത് ഈ CIA NRC സമരത്തിന് പിന്നിലുള്ള തീവ്ര ഇടപാടുകളാണ്. എന്തിനേറെ പറയുന്നു, ഉത്തർപ്രദേശിൽ തന്നെ വലിയ കലാപങ്ങൾക്ക് ശ്രമം നടത്തി. അതിൽ മലയാളി മാധ്യമ പ്രവർത്തകൻ പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് അന്വേഷണ സംഘം കണ്ടെത്തിയതാണ്. ഇവിടെ ഇപ്പോൾ ഈ ടീമുകളെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും UP പോലീസ് അന്വേഷണം നടത്തിയത്. ആരൊക്കെയാണ് CIA NRC സമരത്തിന് പിന്നിൽ അന്ന് ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചത്? അവർക്ക് ഈ കുംഭമേളയിലെ അട്ടിമറിക്ക് പിന്നിൽ വല്ല പങ്കുമുണ്ടോ? ഇവർ അന്ന് വിദേശ ഫണ്ടുകൾ സ്വീകരിച്ചിരുന്നവരും പിന്നീട് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടായിരുന്നവരും എന്നാൽ പോലീസിന് പിടികൊടുക്കാതെ ഒളിവിൽ കഴിഞ്ഞവരുമായ ആളുകൾ, പിന്നീട് ഈ പാതയിൽ നിന്ന് പിന്മാറിയെന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചവർ, ഇവരൊക്കെ എവിടെയുണ്ട് എന്നത് സംബന്ധിച്ച അന്വേഷണമാണ് പോലീസ് നടത്തിയത്. അതിലാണ് ഇപ്പോൾ 20ഓളം പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിർണായകമായിട്ടുള്ളത് അതിൽ മലയാളികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് പ്രാധാന്യത്തോടെ ഹിന്ദി മാധ്യമങ്ങൾ നൽകുന്നത്. എന്തായാലും കുംഭമേളയിൽ ഒരു അട്ടിമറി നടന്നുവെന്നും അതിന് പിന്നിൽ തീവ്ര ഇസ്ലാമിക സംഘടനകളാണെന്നുമുള്ള സൂചനകൾ ദേശീയ തലത്തിൽ വന്നപ്പോൾ തന്നെ വ്യക്തമായിരുന്നു അതിൽ മലയാളികൾ ഉൾപ്പെട്ടിരിക്കാം. കാരണം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹബ്ബ് എന്ന് പറയുന്നത് കേരളമാണ്. ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഇന്ത്യയിലെ കേന്ദ്രമെന്ന് പറയുന്നത് കേരളമാണെന്ന് ഉറപ്പിച്ചു വരാം. കാരണം ഇത് പറയുമ്പോൾ കേവലം ആരോപണമല്ല. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച ശേഷം പോപ്പുലർ ഫ്രണ്ടിലെ തീവ്രവാദ നേതാക്കൾക്ക് വേണ്ടിയുള്ള റെയ്ഡിൽ ഏറ്റവും അധികം ആളുകളെ പിടികൂടിയത് ഇവിടെ നിന്നാണ്, കേരളത്തിൽ നിന്ന്, ഈ കൊച്ചു കേരളത്തിൽ നിന്ന്. 14 ജില്ലകളിൽ നിന്നും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരെ
പിടികൂടി. അതിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുടെ 90% മലയാളികളാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രവർത്തിക്കുന്നവരാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ദേശീയ നേതാക്കളെല്ലാം തന്നെ. അപ്പോൾ ഇതൊരു പോപ്പുലർ ഫ്രണ്ട് ഒരു ദേശീയ സംഘടനയല്ല, ഇതിൻ്റെ വേരും ഇതിൻ്റെ കാമ്പുമൊക്കെ ഉള്ളത് കേരളത്തിലാണ്. മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ഒക്കെ കേന്ദ്രീകരിച്ചാണ് ഇതിന് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഘടനയെ നിരോധിച്ചപ്പോൾ ഏറ്റവും അധികം ആളുകൾ അഴിക്കുള്ളിലായത് കേരളത്തിൽ നിന്നാണ്. സ്വാഭാവികമായും കുംഭമേളയിൽ ഒരു അട്ടിമറി നടക്കുമ്പോൾ അതിൽ തീവ്ര ഇസ്ലാമിക സംഘടനകൾക്ക് പങ്കുണ്ടെങ്കിൽ അതിൽ പകുതി പേരെങ്കിലും കേരളത്തുകാരായിരിക്കുമെന്ന് ജനങ്ങൾ ചിന്തിച്ചു. ഇപ്പോൾ ഇതാ ആ ചിന്ത യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള മലയാളികളായിട്ടുള്ള 5ഓളം പേർ UP പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.